ജീവിതം പുതിയ വഴിത്തിരിവിലേക്ക്. വളരെ സന്തോഷമുള്ള നിമിഷമാണ് അമൃത പങ്കിട്ടതെങ്കിലും പ്രേക്ഷകർക്ക് അതത്ര സുഖിച്ചിട്ടില്ല. താരം പങ്കിട്ട പോസ്റ്റിന് താഴെ വന്ന കമന്റുകൾ അതിന് തെളിവ്. ഇവരോടൊപ്പം പാട്ടുപാടിയവർ എത്ര നന്നായിട്ടാണ് നടക്കുന്നത്. ഇതൊക്കെ ഇതിൽ കൊണ്ട് ഇടേണ്ട കാര്യമെന്താ? പുണ്യനദിയിൽ പോയി പാപമെല്ലാം ഒഴുക്കിക്കളഞ്ഞിട്ട് ബാലയോട് കാശു മേടിക്കണം. അപ്പോൾ എല്ലാ മാസത്തിലും പല പ്രാവശ്യം ഇവിടെ വന്ന് മുങ്ങണം. ബാക്കിയുള്ള പാവങ്ങൾക്ക് ഓപ്പോസിറ്റുള്ളവർ മുങ്ങും. നന്നായി, എല്ലാ പാപങ്ങളും അവിടെ പോയി കഴുകിക്കളയാൻ കഴിഞ്ഞല്ലോ. കുംഭമേള എന്നാൽ ഫോട്ടോഷൂട്ടാണല്ലേ? വിശ്വാസമാണ്, ഷോ കാണിക്കരുത് എന്നിങ്ങനെ നീളുകയാണ് കമന്റുകൾ. മലയാളി പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരിയാണ് ഗായിക അമൃത സുരേഷ്. സോഷ്യൽ മീഡിയയിൽ അമൃത പങ്കുവയ്ക്കാനുള്ള വിശേഷങ്ങളെല്ലാം തന്നെ വൈറലായി മാറാറുണ്ട്. ഇപ്പോഴിതാ മഹാകുംഭമേളയിൽ പങ്കെടുത്ത ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനം ചെയ്യുന്ന ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുകയാണ് താരം. മഹാകുംഭമേളയിൽ നിന്ന് മഹാശിവരാത്രി ആശംസകൾ, അർഹർ മഹാദേവ എന്ന ക്യാപ്ഷനോടെയാണ് ചിത്രം പങ്കുവച്ചിരിക്കുന്നത്. 144 വർഷം കൂടുമ്പോൾ നടത്തപ്പെടുന്ന മഹാകുംഭമേള ഫെബ്രുവരി 26 മഹാശിവരാത്രിയോടെ സമാപിച്ചു. അവസാന ദിനത്തിലാണ് അമൃത കുംഭമേളയിൽ പങ്കെടുത്തത്. ഗംഗ, യമുന, സരസ്വതി നദികൾ സംഗമിക്കുന്ന ത്രിവേണി സംഗമത്തിൽ ഇതിനകം 62 കോടിയിലേറെ ആളുകൾ പുണ്യസ്നാനം നടത്തിയെന്നാണ് കണക്ക്. കേരളത്തിൽ നിന്ന് പ്രമുഖർ ഉൾപ്പെടെ നിരവധി പേർ മഹാകുംഭമേളയിൽ പങ്കെടുത്തു. ജയസൂര്യ, സംയുക്ത, സുപ്രിയ മേനോൻ എന്നിവർ കുംഭമേളയിൽ പങ്കെടുത്തിരുന്നു. 114 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന മഹാകുംഭമേളയുടെ സജ്ജീകരണങ്ങൾക്കായി അധികൃതർ 7000 കോടി രൂപയാണ് ചെലവഴിക്കുന്നത്. 2019 24 കോടി പേർ പങ്കെടുത്ത കുംഭമേളയ്ക്ക് വേണ്ടി 3500 കോടി രൂപയാണ് ചെലവഴിച്ചത്. അന്ന് 3200 ഹെക്ടർ സ്ഥലമാണ് താൽക്കാലിക നഗരവിന്യാസത്തിനായി നീക്കിവെച്ചതെങ്കിൽ ഇത്തവണ ഇത് 4000 ഹെക്ടർ ആണ്.